മയ്യിത്ത് നിസ്കരിക്കല് പുണ്യകർമ്മമാകുന്നത് പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം പ്രത്യേകം വുജൂബില്ല, സുന്നത്തും ഇല്ല. സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. പക്ഷേ അങ്ങനെ നിസ്കരിക്കുന്നുവെങ്കിൽ പുരുഷന്മാര് നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം. പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് മയ്യിത്ത് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് പാടില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടില് ഒരു ഉമ്മ മരിച്ചിട്ട് മകൾക്ക് വല്ലാത്ത ആഗ്രഹം മയ്യിത്ത് നിസ്കരിക്കണം, പുരുഷന്മാരൊക്കെ പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കൂ, അപ്പൊ പിന്നെ ഇവൾക്ക് ഈ മയ്യിത്ത് നിസ്കരിക്കാൻ കിട്ടൂല. അങ്ങനെ വന്നാൽ ആ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ അവളുടെ ആങ്ങളെയോ അവളുടെ ഭർത്താവിനെയോ അവളുടെ ബാപ്പയെയോ ഇങ്ങനെ കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷനെ ഇമാമത്ത് നിർത്തിയിട്ടല്ലാതെ അവൾ ആദ്യം തന്നെ മയ്യിത്തിന് വേണ്ടി തക്ബീർ ചൊല്ലാൻ പാടില്ല. അത് മയ്യിത്തിനെ കുറവാക്കലാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, മയ്യിത്തിനെ നിന്ദിക്കലാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു മയ്യിത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പറയാൻ ആദ്യം തന്നെ വരുന്നത് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അതാ മയ്യിത്തിനെ നിന്ദിക്കലാണ് എന്നുവരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, മയ്യിത്ത് നിസ്കാരം പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കുന്നത് കടുത്ത തെറ്റാണ്. അതേ സമയത്ത് പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അത് പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷമാണ്. പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ അനുവദിക്കാതെ അവിടെ വെച്ച് ബഹളം വെക്കുമെന്നോ ആ സ്ത്രീക്ക് ടെൻഷൻ ഉണ്ടാകുമെന്നോ തോന്നിയാൽ അവൾക്ക് പ്രത്യേകം ഫർളും സുന്നത്തും ഇല്ലെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഉമ്മാക്ക് മയ്യിത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷൻ ഇമാമത്ത് നിന്നിട്ട് അവൻ കൈകെട്ടിയതിന് ശേഷം അവൾ കൈകെട്ടിക്കൊണ്ടല്ലാതെ പുരുഷൻ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയും മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് മൈതാനിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ മക്കള് പെൺകുട്ടികൾ പോകാറുണ്ടോ? സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് മൈതാനിയിലേക്ക് എടുത്തുകൊണ്ടുപോകുമ്പോ സ്വന്തം പെൺകുട്ടികൾ പോകാറുണ്ടോ? സ്വന്തം ഉമ്മമാര് പോകാറുണ്ടോ? ഭർത്താവിന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ഭാര്യ പോകാറുണ്ടോ? എന്താ പോകാത്തത്? സ്ത്രീകൾക്ക് മയ്യിത്തിന്റെ കൂടെ പോകൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. പുരുഷന്മാര് പോകണം എന്നാണ്, സ്ത്രീകൾ പോകണമെന്ന നിർദ്ദേശമില്ല. നിങ്ങൾ കണ്ടില്ലേ ഒരു സ്ത്രീയായ മയ്യിത്ത്, ആ സ്ത്രീയായ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ അവിടെ ഒരു 4 പെണ്ണുങ്ങൾ ഇറക്കിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. മയ്യിത്ത് മറമാടേണ്ടതും മയ്യിത്തിന്റെ കൂടെ പോകേണ്ടതും മയ്യിത്ത് നിസ്കരിക്കേണ്ടതും പുരുഷന്മാരാണ്. സ്ത്രീകളോട് കൽപ്പനയില്ല. അതേ സമയത്ത് മയ്യിത്ത് കുളിപ്പിക്കുന്നത് സ്ത്രീകളുടെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്, അത് പുരുഷന്മാരല്ല. സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത്. അതേസമയം മയ്യിത്തിന്റെ കൂടെ പോകലും മയ്യിത്ത് മറമാടലും അതുപോലെ തന്നെ മയ്യിത്ത് നിസ്കരിക്കലും പുരുഷന്മാരോടാണ് കൽപ്പന. സർവ കിതാബുകളിലും ഇമാമിങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ശാഫി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ഒരു മയ്യിത്തിന് വേണ്ടി ഒരിക്കലും നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ തന്നെ പാടില്ലെന്നാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, കഴിയുന്നതും നല്ലത് ഒത്തൊരുമിച്ച് ഒന്നായി നിസ്കരിക്കുന്ന പുരുഷന്മാരെ മയ്യിത്ത് നിസ്കാരം ആദ്യം തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അതും കൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് വിശദമായി പറയേണ്ട സംഗതിയാണ്. ഞാനൊരു ചെറിയ സൂചന മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളെ ഉമ്മ മരിച്ചിട്ട് മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വേറുള്ള പെണ്ണുങ്ങന്മാര് എന്റെ ഉമ്മാക്ക് നീ മയ്യിത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിവരമില്ലാതെ ആക്ഷേപിക്കണ്ട. ഓ പെണ്ണെ, നീ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ എന്ന് വേറൊരുത്തം പോയിട്ട് പെണ്ണുങ്ങളോട് ചോദിക്കുകയും വേണ്ട. പെണ്ണുങ്ങൾക്കത് ഫർളുമില്ല സുന്നത്തുമില്ല. പുരുഷന്മാർക്കാണത് പുണ്യകർമ്മമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം റഹ്മാൻ ശർബീനി തങ്ങളുടെ ശറഹുൽ ബഹ്ജയിലും അതുപോലുള്ള മറ്റ് കിതാബുകളിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞത് വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്ന് മുത്തഅല്ലിമീങ്ങൾ ധരിക്കണ്ട. പഠിച്ചിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞതെന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്.